ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി 6 മണിക്ക് അങ്കമാലിയിൽ നിന്ന് പുറപ്പെടുന്ന ആലപ്പുഴ ഫാസ്റ്റ് പാസഞ്ചർ ഷെഡ്യൂളാണ്. ഇതാണ് നമ്മുടെ വണ്ടി RPC 758. അങ്ങനെ ലോക്ക് ഷീറ്റ് വാങ്ങിച്ച് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകാനായിട്ട് റെഡിയായി. ഫാസ്റ്റിന്റെ ലോക്ക് ഷീറ്റിലെ എഴുത്തും ബോർഡിലെ എഴുത്തും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓർഡിനറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റെഡ് കളറിലായിരിക്കും. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ വണ്ടി ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ആലുവക്ക് പിടിച്ചു. രാവിലെ തന്നെ ആയതുകൊണ്ട് ട്രാക്കിലേക്ക് പിടിച്ചില്ല, സൈഡിലാണ് വണ്ടി ഇട്ടത്. കാരണം അവിടെയൊക്കെ വണ്ടികൾ കിടക്കാറുന്നു. അതിരാവിലെ ആലുവ സ്റ്റാൻഡിലേക്ക് കയറി ഇറങ്ങുന്ന വണ്ടികളൊക്കെ ഈ സൈഡിലാണ് പിടിക്കാറ്. അങ്ങനെ ആളുകളൊക്കെ കയറി വണ്ടിയെടുത്ത് നേരെ വൈറ്റിലേക്ക് പിടിച്ചു. വൈറ്റിലെത്തിയപ്പോൾ നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ സമയം വെക്കാനായിട്ട് പോയി. നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ വണ്ടികളൊന്നും കിടക്കണമെങ്കിലും അപ്പുറത്തെ സൈഡിൽ വണ്ടികൾ നിരന്ന് കിടക്കണ്ട കേട്ടോ. ഇനി ഇവിടുന്ന് നേരെ ചേർത്തല, അവിടുന്ന് ആലപ്പുഴ. ചേർത്തലയിൽ നമുക്ക് ഹാൾട്ടിംഗ് ഇല്ല. ആലുവയിലെ പോലെ തന്നെ ആളെ കയറ്റി വണ്ടി എടുത്ത് പോലാണ്. അങ്ങനെ ഒരു 8:40 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ആലപ്പുഴ സ്റ്റാൻഡിലെത്തി. ഇനി അടുത്ത പരിപാടി മുഖമൊക്കെ ഒന്ന് കഴുകി ചായ കുടിക്കലാണ്. നമ്മുടെ വണ്ടി ഇതേ അവിടെ ഒതുക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തന്നെ പുതിയ ഫാസ്റ്റും കയറി വന്നിട്ടുണ്ട്. അങ്ങനെ മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയി ഇവിടെ വരുമ്പോൾ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാറുള്ള ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാന്ന് ഓർത്തപ്പോൾ ആ ഹോട്ടലിൽ പൂട്ടി കിടക്കാണ്. ഗ്യാസിന്റെ പ്രശ്നമായതുകൊണ്ടാണെന്നാണ് അവിടെ ഉള്ള ഒരു ചേട്ടൻ പറഞ്ഞത്. നല്ല അടിപൊളി ദോശയും ചൂടൻ കടികളും കിട്ടുന്ന ഒരു കടയായിരുന്നു കേട്ടോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പത്തായെന്ന് പറഞ്ഞൊരു കടയിൽ കയറി മുട്ടക്കറിയും പൊറോട്ടയും കഴിച്ചു. കടയിൽ നല്ല തിരക്കായതുകൊണ്ട് ചായ കിട്ടിയില്ല. ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി ഒട്ടും താമസിക്കാതെ അങ്കമാലിക്ക് പോകാൻ റെഡിയായി. ഇവിടെ ഈ ചായ കുടിക്കാൻ മാത്രം കിട്ടുന്ന ചെറിയൊരു ഗ്യാപ്പുള്ളൂ കേട്ടോ. രാവിലെ തന്നെ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ആലപ്പുഴയുടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ അങ്കമാലിക്ക് പുറപ്പെട്ടു. ഇനി അങ്കമാലി ചെന്നിട്ട് ഒരു തവണ കൂടി ആലപ്പുഴയിൽ വന്ന് തിരിച്ചു പോകണം. അങ്ങനെ ചേർത്തലയിൽ വന്ന് അവിടുന്ന് വൈറ്റിലേക്ക് പിടിച്ചു. തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഹബ്ബിൽ കയറേണ്ടതില്ല കേട്ടോ, സ്റ്റോപ്പിലാണ് നിർത്താറ്. ഇടപ്പള്ളിയൊക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം ബ്ലോക്കായി തുടങ്ങി. ഈ സമയത്ത് ഇങ്ങനെയാണെങ്കിൽ വൈകുന്നേരത്തെ കാര്യം പറയണ്ടല്ല. 4 ലൈൻ ആയാലും ചില കാറുകാരൊക്കെ റൈറ്റ് സൈഡ് പിടിച്ച് ഭയങ്കര സ്ലോയിലാണ് പോവുള്ളൂ. എന്നാൽ ഹോൺ അടിച്ചാൽ ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റോ കുറച്ച് സ്പീഡിൽ പോവുക ചെയ്യൂല. എന്തായാലും നമുക്ക് സമയത്തിന് കയറി ചെല്ലാനുള്ളത് കൊണ്ട് യാത്രക്കാരെ കറക്റ്റ് സമയത്ത് എത്തിക്കാനുള്ളത് കൊണ്ടും ആരോടും പരാതിയും പരിഭവവും പറയാതെ നമ്മളാ ലെഫ്റ്റ് സൈഡ് പിടിച്ചങ്ങോട്ട് പോകും. അങ്ങനെ മാർത്താണ്ഡോറം പാലമൊക്കെ കഴിഞ്ഞ് 12 മണിയായപ്പോഴേക്കും അങ്കമാലി സ്റ്റാൻഡിലെത്തി. ഇത് നമ്മുടെ ഒരു ഫോളോവറാണ്, എൽറോയ് എന്നാണ് പേര്. കഞ്ഞിക്കുഴി തൊട്ട് നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. കേരള RTC റൈഡർ എന്നും പറഞ്ഞ് ചെറിയൊരു ഇൻസ്റ്റ പേജൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. വണ്ടിയൊക്കെ അങ്ങനെ ഇവിടെ സൈഡാക്കി ഇനി അടുത്ത പരിപാടി ഭക്ഷണം കഴിക്കലാണ്. ഇവിടുന്ന് ഇനി 12:30 വണ്ടി എടുക്കേണ്ടത്. പിന്നെ ഇതാണ് നമ്മുടെ കണ്ടക്ടർ ഏട്ടൻ, പിനു എന്നാണ് പേര്. രാവിലെ പൊറോട്ട കഴിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു, വലിയ വിശപ്പൊന്നുമില്ല. അതുകൊണ്ട് ഉച്ചക്കത്തെ ഭക്ഷണം ഒരു സമൂസയിലും സർവത്തിലും ഒതുക്കി. ഭക്ഷണമൊക്കെ കഴിച്ച് ഞാനും ബിനിച്ചേട്ടനും ആലപ്പുഴക്ക് പോകാനായിട്ട് റെഡിയായി. അങ്ങനെ വണ്ടി എടുത്ത് ആലുവയിലെത്തി ട്രാക്കിൽ പിടിച്ചു. ഇവിടുന്ന് ആളെ കയറ്റി ഇനി നേരെ വൈറ്റിലേക്ക്. വൈറ്റിലെത്തിയപ്പോഴേക്കും ബിനിച്ചേട്ടൻ സമയം വെക്കാനായിട്ട് പോയി. പിറവങ്കാരുടെ ആലപ്പുഴ വണ്ടി ജസ്റ്റ് എടുക്കണേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഞങ്ങൾക്ക് അവിടെ ഹാൾട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവിടുന്ന് വീണ്ടും ചേർത്തല വഴി ആലപ്പുഴക്ക് പിടിച്ചു. ആലപ്പുഴ എത്തി വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയപ്പോഴേക്കും നല്ലൊരു ആശ്വാസമായി. അങ്ങനെ ഒരു ചായ കുടിക്കാന്ന് കയറി തൊട്ടടുത്ത ഒരു ചായക്കടയിൽ കയറി. ചായക്കടയുടെ ബാക്കിലൊക്കെ നല്ല സീനറി ആണ് കേട്ടോ. ഞാനൊരു ഉള്ളിവടയും ചായയും കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇനി നേരെ അങ്കമാലിക്ക്. ചേർത്തലയിൽ വന്നപ്പോഴേക്കും നമ്മുടെ 5:20 ചേർത്തല LS തലയും കുലിക്ക് അങ്കമാലിക്ക് വരാനായിട്ട് ട്രാക്കിലേക്ക് പിടിക്കുന്നുണ്ടായി. അങ്ങനെ ഇടപ്പള്ളി എത്തിയപ്പോഴേക്കും വണ്ടി അനങ്ങാത്ത രീതിക്ക് നല്ല ബ്ലോക്കായി. ഇടപ്പള്ളിയിലെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് പാട്ടൊക്കെ കേട്ട് അവസാനം അങ്കമാലിയിലെത്തി. ഇനി ഡീസൽ അടിക്കണം. അത് കഴിഞ്ഞ് വണ്ടി ചെക്കപ്പിനായിട്ട് റാമ്പിലേക്ക് ഇടണം. ഡീസൽ അടിക്കാനായി നിന്നപ്പോഴാണ് നമ്മുടെ ഒരു ഫോളോവർ ഒന്ന് പരിചയപ്പെട്ടത്. യദു എന്നാണ് പേര്, മുളങ്കുഴിക്കാരനാണ്. എന്തോ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് നമ്മളെ കണ്ടത്. എന്തായാലും സന്തോഷം. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ബിനിച്ചേട്ടനോട് ബായ് പറഞ്ഞ് അടുത്ത ബസ് നോക്കി വെക്കുമ്പോഴാണ് നമ്മുടെ കണ്ടക്ടർ പോളിച്ചേട്ടൻ ഒരു ചായ കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയത്. ചായ കുടിച്ച് കഴിയാറായപ്പോഴത്തേക്കും പെരുമ്പാവൂർക്കുള്ള വണ്ടി വന്നു. വണ്ടിയുടെ സൈഡ് സീറ്റിലിരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ പോകാനാണ് എനിക്കിഷ്ടം. പക്ഷെ മിക്ക ദിവസങ്ങളിലും സീറ്റ് പോലും കിട്ടാറില്ല. എങ്ങനെയായാലും യാത്ര ഒരു രസമുള്ള പരിപാടി തന്നെയാണ് കേട്ടോ. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.